Hello Tamanna, just loved your house. Amazing vibe. Thank you for inviting me. ഇപ്പൊ എനിക്ക് 34 വയസ്സായി. അപ്പൊ 34 വയസ്സായപ്പോ തന്നെ അമ്മയ്ക്ക് മറ്റേ ഇനി ആരെയും കിട്ടൂല കേട്ടോ. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ഒരു അയ്യോ ദൈവമേ 30, അയ്യോ ദൈവമേ 31, അയ്യോ ദൈവമേ 32, 33 ആയപ്പോ ആ പ്രശ്നമൊക്കെ മാറി. Hi Alia. I loved your performance in Gully Boy. Hello Ranbir. ലജ്ജാവതിയെ കലകളകന നിന്റെ കലകണ ഞാൻ ആസിഫിനെ കുറിച്ച് പറഞ്ഞ ഡയലോഗ് കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ആ കുട്ടി എന്നെ കുറിച്ച് പറഞ്ഞാണ്, എന്നെ മോശമാക്കി പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് ആ കുട്ടിക്കെതിരെ ഒരു ചെറിയ ഇത് എനിക്ക് ട്രോൾസിന്റെ സംഭവം എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർ ഒരു മോറൽ ഹൈ ഗ്രൗണ്ടിൽ നിന്നിട്ട് വേറൊരാളെ കല്ലെറിയാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ബേസിക്കലി നടക്കുന്നത്. അത് എൻജോയ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയും അത് തന്നെയാണ്. കമലഹാസൻ സാർ അല്ലേ, എനിക്ക് നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന നല്ല പേടിയുണ്ട്. ഇപ്പൊ മാരേജ് കഴിഞ്ഞാൽ അഭിനയിക്കില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്നുള്ള സാധനത്തിലാണ് ഐ വിൽ ആക്ട്. ഇപ്പൊ സമാന്ത ആണെങ്കിൽ സമാന്തയുടെ ഫിറ്റ്നസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറഞ്ഞത് ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. നമസ്കാരം. ഹാർവിയോറ പ്രസൻസ് അല്ല, ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊരു നമസ്കാരം പറഞ്ഞത്. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർ വെൽക്കം. സ്വാഗതം. സംവിധായകൻ നമ്മുടെ വൈശാഖ് അലൻസിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ആദ്യത്തെ കന്നി സിനിമയാണ് ഹലോ മമ്മിയിലെ. നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇവിടെയൊക്കെ കണ്ടല്ലോ, എല്ലാരും നല്ല ജിൽ 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 മൂഡിൽ ഭയങ്കര ഇതിൽ വന്ന് നിൽക്കാണ്, മൂവി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് പറഞ്ഞപ്പോ എന്ത് പറ്റി? നല്ല ഇതായിട്ട് നിൽക്കൂ. ഇതിന്റെയും ട്രെയിലർ ഇപ്പൊ കണ്ടു, ഭയങ്കര കൺഫ്യൂസിങ് ട്രെയിലർ ആണല്ലോ. ഇതിനകത്ത് കോമഡി ഉണ്ട്. അപ്പൊ എനിക്ക് കോമഡി പിന്നെ പെട്ടെന്ന് വന്നൊരു ഫാന്റസി രീതിയിലൂടെ ഹൊററും ഒക്കെ കൂടെ ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവം പറയാൻ ഇത് ശരിക്കും ഹലോ മമ്മിയിൽ തന്നെയാണ് ഇങ്ങനെ കാണുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയായിരുന്നു. സോ മൂവി ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എന്താണ് ഈ ഫാന്റസിയും ഈ ഹൊററും? ശരിക്കും പ്രേത സിനിമ എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ, ആണോ? But trailer is out, Lord. They have shown. Oh, you have seen. So by the time they have the interview out, it will be out for the public also. Maybe in a week time. Yeah. 12th. നമ്മുടെ ടൈറ്റിൽ, മൂവിയുടെ ടൈറ്റിൽ പോലെ തന്നെ ഇത് ഹലോ മമ്മിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹലോ വെച്ച് തന്നെ നിങ്ങളുടെ 3 പേരുടെ അടുത്തും ചോദിക്കാം. സണ്ണിക്ക് അത്ര ഇതില്ലാത്തത് കൊണ്ട് വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ സണ്ണി, ഐ എം ജസ്റ്റ് ആസ്കിംഗ് ഫ്യൂ ഫണ്ണി തിങ്സ് ടു ദം. ഓക്കെ ഓക്കെ. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഈ ഞാൻ ഈ പറയുന്ന സെന്റൻസ് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആരെയായിരിക്കും അത് വിളിച്ച് പറയാൻ തോന്നുന്നത്? ഹലോ വിളിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിളിക്കൊന്നും വേണ്ട, പറഞ്ഞാൽ മതി ആരെയാണ് അത് നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്നത് എന്ന്. ഓക്കെ, എന്താണ് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും 3 ചോദ്യങ്ങൾ വീതമുണ്ട്. ഷറഫിന്റെ അടുത്ത ഫസ്റ്റ് വൺ. അപ്പൊ ഷറഫ് പറയണം എന്താന്ന് പറയോ? ഐ ലവ് യുവർ പെർഫോമൻസ് ഇൻ യുവർ ലേറ്റസ്റ്റ് മൂവി. ഹലോ, ഐ ലവ് യുവർ പെർഫോമൻസ് ഇൻ യുവർ ലേറ്റസ്റ്റ് മൂവി എന്നുള്ളത് കേൾക്കുമ്പോൾ അത് ആരോടായിരിക്കും പറയാൻ തോന്നുന്നതെന്ന്? ആരുടെ പറയും? ആരുടെ പേര് പറയും? ആരോട് വിളിച്ചു? അങ്ങനെ പറയണം. അങ്ങനെ ആരോടാണ് പറയാൻ തോന്നുന്നത്? എനിക്ക് കുറെ പേരുണ്ടല്ലോ. ആരുടെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഒരാളുടെ പേര് അൻവർ റഷീദ്. പെർഫോമൻസോ? അൻവർക്ക് അഭിനയിച്ചല്ലേ? ഓ, ലേറ്റസ്റ്റ് മൂവിയില് ഇപ്പം ചെയ്ത മൂവിയില് ആരുടെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് അവരുടെ സിനിമയിലെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ടർ അവരെ വിളിച്ചിട്ട് ഒന്ന് പറയാണ്, എനിക്ക് നിങ്ങളുടെ ഈ സിനിമയിലെ പെർഫോമൻസ് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആരുടെ ആയിരിക്കും പറയാന്ന്? അങ്ങനെയാണ്. ഇപ്പൊ ലാസ്റ്റ് കണ്ട ഏതെങ്കിലും മൂവിയിൽ വെച്ച് പറഞ്ഞാൽ മതി. അട്ടകത്തി ദിനേശ്.
അട്ടകത്തി ദിനേശ്. ലബ്ബർ പന്തല. അതിലേക്കെത്തി. ഓക്കെ, അപ്പൊ അടുത്തത് ഐശ്വര്യയുടെ ആണ് കേട്ടാ. ഹലോ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കരുത്, ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കണം. അതായത് സ്റ്റെഫി, എന്റെ ഫ്രണ്ട് സ്റ്റെഫി സേവിയർ ഉണ്ട്. അവളൊരു സിനിമ ഡയറക്ട് ചെയ്തു ഷാർഫിഖാനെ വെച്ചിട്ട്. ഐ ഹാവ് നോട്ട് സീൻ ഹെർ റെസ്റ്റ്. എപ്പോഴും കഥകൾ കേൾക്കാണ്, എപ്പോഴും വർക്ക് ചെയ്യാണ്, എപ്പോഴും എഴുത്തിലാണ്, എപ്പോ വിളിച്ചാലും എന്തെങ്കിലും മീറ്റിംഗിലുമാണ്. ഒന്ന് അല്പ റെസ്റ്റ് എടുക്കൂ എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. നോ ചില്ലിങ്, ഓൺലി വർക്ക്. ചില ആൾക്കാർ അങ്ങനെയല്ലേ, വർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെയാണ്. ചില ആൾക്കാര് അല്ല, അവള് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷെ എനിക്ക് പുള്ളിക്കാരിയോട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയത് ഉഴപ്പ് എന്ന് പറഞ്ഞ, ലേസിനെസ് എന്ന് പറഞ്ഞ സംഭവമില്ല, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഒരുപാട് പേര് അങ്ങനെയാണ്, വർക്ക് ഹോളിക്സ് ആണ്. പക്ഷെ ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ബിഹേവിയർ അല്ല. ലൈക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. അവള് മീറ്റ് ചെയ്യാത്ത റൈറ്റേഴ്സ് ഇല്ല. അവൾ എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്നുണ്ട്, പുതിയ പുതിയ ഐഡിയാസ് ചിന്തിച്ചെടുക്കുന്നുണ്ട്. വെരി ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഓക്കെ, ഇനി അടുത്തത് അതിരിയുടെ അടുത്താണ്. ഓക്കെ, ഹലോ, നിങ്ങളെ പോലത്തെ ഫിസിക് എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഹലോ ടൊവിനോ, നിങ്ങളെ പോലത്തെ ഫിസിക് എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? എന്താ പറയാന്ന് എനിക്കറിയാം. അതിനും മേലെ എനിക്ക് പണിയെടുക്കണം. വെറുതെ ഇങ്ങനെ പാട്ട് എഴുതിയാ ഗതി ചെയ്താൽ മാത്രം പോരാ എന്ന് പറയും അല്ലേ ടോവി? ഓക്കെ, വീണ്ടും ഷർഫിലേക്ക് എത്തുന്നു. ഹലോ, നിങ്ങളുടെ ഹ്യൂമർ സെൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ ഹ്യൂമർ സെൻസ് നിങ്ങളുടെ ഹ്യൂമർ സെൻസ് എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ജോണിച്ചേട്ടന്റെ ഇഷ്ടമാണ് ഭയങ്കര. ജോണി ആൻഡിച്ചേട്ടന്റെ ഹ്യൂമർ സെൻസ് ഭയങ്കര ഇഷ്ടം. അതിപ്പോ നമ്മൾ സിനിമയിൽ തന്നെ പറയണം അല്ലേ? അതല്ലേ ആരെങ്കിലും പറയാം. എങ്ങനെയാണെങ്കിലും മനസ്സിലേക്ക് പെട്ടെന്ന് ആദ്യം വരുന്ന പേര് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഒരു കൊട്ട ഇടട്ടെ. ആര്? ഞങ്ങൾ ആലോചിച്ചു ഭയങ്കര കൃത്യമായ ഐഷു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഷു പാരമണി പറഞ്ഞു. ഹലോ ഹലോ വെച്ച് പറഞ്ഞു. ഹലോ വെച്ച് പറഞ്ഞ ഹലോ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഹലോ ജോണി ആന്റണി. ഹലോ ജോണി, നിങ്ങൾ കൊള്ളാം എന്നൊക്കെ. ഹലോ ജോണി ചേട്ടാ, നിങ്ങൾ കൊള്ളാം, നിങ്ങളുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ആക്ച്വലി ഒരു പടത്തിലുണ്ട്. അത് മാത്രല്ല ഈ ജോണി ചേട്ടൻ ഒരു രസം, ജോണി ചേട്ടൻ ഇങ്ങനെ ജോൺ ചേട്ടൻ പറഞ്ഞിട്ട് ജോൺ ചേട്ടൻ ഒരു ചിരിയും കൂടി വെച്ച് ജോൺ ചേട്ടൻ തന്നെ അടി കൗണ്ടർ എന്നൊക്കെ പറഞ്ഞാലേ അപാര കൗണ്ടറാ, ഭയങ്കര ഹ്യൂമർ സെൻസ്. പാടത്തിലൊക്കെ എനിക്ക് കിട്ടും കൗണ്ടർ എന്താണെന്നറിയോ? ജോണി ആന്റണി അടുത്തത് ഹ്യൂമൻ സെൻസ് ഐശ്വര്യക്കാണ്. ഹലോ, നിങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അത് ആരെ വിളിച്ചിട്ടാണ്? ഹലോ, നിങ്ങളുടെ കൂടെ കമലഹാസൻ സാർ അല്ലേ? എനിക്ക് നിങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോ നല്ല പേടിയുണ്ട്. ചോദിക്കാമല്ലോ ശരിക്കും. ചോദിക്കാം ആണല്ലേ? ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇംഗ്ലീഷ് ചെയ്തിട്ട് ഏതാ ചോദിക്കട്ടെ? അല്ല, എനിക്ക് മലയാളമേ അറിയാം. പിന്നെ നമുക്കൊരു ടാസ്ക് കൊടുക്കാം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പോലത്തെ ഒരു വീട് വേണം എന്നൊരു ബോളിവുഡ് സ്റ്റാറിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ പുള്ളി ബോളിവുഡ് സ്റ്റാറിന്റെ അടുത്ത് പറയുകയാണെങ്കിലോ? What is the thing happening? that's few questions and if you have to call someone and say okay, that they will be the answer for it. Imagine if you felt like whom did you last feel made had a beautiful performance in a movie. So maybe you like Rajkumar Rao in Stree, then the answer would be hello Rajkumar Rao, I really liked your performance in Stree. Okay, so my question is like Please translate. That's the thing. That's a game. Basic thing. That's the game. Okay, got it. എന്തായാലും നിങ്ങളുടെ പോലത്തെ വീട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ പോലത്തെ ഒരു വീട് എനിക്ക് വെക്കണം. അതെ, നിങ്ങളുടെ വീട് എനിക്ക് തരൂ എന്ന് പുള്ളി ഏത് ആക്ടറോട് പറയും? അയ്യോ, തരൂന്നോ? ജസ്റ്റ് അങ്ങനെ ആ ലെവലിലേക്ക് എത്തണം. You like? Did you like? If you like that person's house, whom would you call and say? Oh, that is the question. You just say hello. വീടല്ല മനസ്സിലായത്. അമിതാഭ് ജി or അമിതാഭ് ജിയാ?
അല്ലല്ല അത് ഞാൻ പറഞ്ഞു ആണോ? No, recently I visited Tamanna's house. തമന്ന Yeah. ഓ ഓക്കെ So, hello Tamanna, your house is amazing and great vibe and loved being there. യു ക്യാൻ ആക്ട് ഇറ്റ് ഹലോ തമന്ന Hello Tamanna, I loved your house. It's just prop. ബോളിവുഡ് nice prop. Hello Tamanna, just loved your house. Amazing vibe. Thank you for inviting me. Had a great time. ഇറ്റ്സ് സച്ച് എ സൂപ്പർ ഹൗസ് Yeah. വെരി ഗുഡ് ലൊക്കേറ്റഡ് ആക്ച്വലി Andheri only. ഒന്ന് പോയി കാണായിരുന്നു Andheri only. Andheri. അന്തേരി ഓ ഓക്കെ ഓക്കെ ശരി അപ്പൊ ഇനി അടുത്ത ചോദ്യം അടുത്തത് ആരോടാണ് ഇനി പുള്ളിയോട് തന്നെ ഒരു രണ്ട് അതിരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പുള്ളിയുടെ അടുത്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇനി നിങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് മതി, അടുത്തിട്ടാണ് മതി. ഓക്കെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. അതാ ഞാൻ ഇനി ആരാണ് ഐശ്വര്യയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു അല്ലേ പേടിയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഇനി അദ്രിയുടെയാണ് ടേൺ ഹലോ നിങ്ങളുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഖാലിദ് റഹ്മാൻ ഖാലിദ് റഹ്മാൻ Hello, ഭയങ്കര ഇൻസ്റ്റന്റ് ഇതാണല്ലോ അതെ, അവൻ ഭയങ്കര ഖാലിദ് റഹ്മാൻ. director. As a director. ഷറഫിന്റെ അടുത്തതാണ് ഹലോ ഇനി എപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് ആരോടായിരിക്കും പറയുന്നത് വൈശാഖ് പിയാറോനോടായിരിക്കും മിക്കവാറും. അല്ല, കസ്റ്റമർ കെയറിനോട്. കസ്റ്റമർ കെയർ PR വേണ്ട നമുക്ക് അല്ല അല്ല promote ചെയ്യാൻ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കോൾസ് പുള്ളിയുടെ ആയിരിക്കുമല്ലോ. ഇല്ല, ഞാനും വൈശാഖ് ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല. മെസ്സേജ് ഒക്കെ വരാറുള്ളൂ. മെസ്സേജ് ഉള്ളൂ അവന് വിളിക്കുന്നത് കസ്റ്റമർ കെയർ ചെയ്യുന്നതാണ് അപ്പൊ ദയവ് ചെയ്ത് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തും അതെ, അതെ. ഓക്കെ ശരി ഐശ്വര്യ ടേൺ ഹലോ യു മേക്ക് മീ ഓൾവേസ് ഹാപ്പി അതാരെയായിരിക്കും പറയാ ഹലോ ഫ്രണ്ട്സ് സീരീസ് അല്ലേ? യു മേക്ക് മീ ഓൾവേസ് ഹാപ്പി. അതെന്താ ഫ്രണ്ട് സീരീസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു സീരീസ്. ഒരാളെ കുറിച്ച് പറയണം. ഒരാളെ കുറിച്ച് പറയാൻ എന്താ ഫൗൾ അല്ലേ? ഭയങ്കര ഇത്ര ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഹലോ ബിന്ദു ചേച്ചി അല്ലേ? യു മേക്ക് മീ ഓൾവേസ് ഹാപ്പി. ആരാ ബിന്ദു ചേച്ചി ബിന്ദു പണിക്കർ ഓ അങ്ങനെ ഓ, നമ്മുടെ സിനിമയിലുണ്ടല്ലോ ബിന്ദു ചേച്ചി ഓക്കെ നിങ്ങളുടെ പടം കണ്ടിട്ട് എനിക്ക് ഓക്കെ ഹലോ അത് ദാറ്റ് ക്വസ്റ്റൻ ഐ ആസ്ക് യു ഓക്കെ ദെൻ അതിരിയുടെ ഞാൻ അങ്ങോട്ട് കൊടുക്കാണ് കേട്ടോ നിങ്ങളുടെ ആ പടം കണ്ടിട്ട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട് Oh, you have to call somebody and say, I felt a crush thing for you after watching your that movie. movie വീണ്ടും തമന്നാന്നൊക്കെ. yeah you can say Said, Give me oh, phone. prop. so കണ്ടോ പുള്ളി മാത്രമാണ് കറക്റ്റ് പ്രോപ്പ് വെച്ച് ആക്ട് ജെനുവിൻ ഇത് ഞാൻ prop വയ്ക്കാത്ത വിളിച്ച് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? Institute? You studying You studied in institute? some. Yeah. FTI. FTI ആ, correct. വെറുതെ അല്ല കണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആക്ടിങ് പഠിച്ച് വരുന്ന കഴിയുമ്പോ കിട്ടുന്ന ഇത് കണ്ടോ Studied acting there. Yeah, FTI ആണ് പുള്ളി. This is Rajkumar is my batchmate. Yeah, that's all. And then Okay, now you have to tell whom you had a crush for. after watching that particular movie Hi, baby. I loved your performance in that particular Not love, crush. Hi Alia. I loved your performance in Gully Boy. Hello, Ranbir. They even Yeah, said it for Ranbir, I loved your performance also in Animal. Ranveer appo comment I love you both. Crush, you felt a crush for her in Gully Boy. Yeah. You know the last scene of Animal? Yeah. Just You called no Ranbir, so I had to say no something. Ranveer also okay both Ranveer എല്ലാമായി അപ്പൊ അങ്ങനെ ആ കളിയൊക്കെ ഇവിടെ നിന്നു നമുക്ക് അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ സിനിമയും കാര്യങ്ങളിലേക്കൊക്കെ വരാം വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ ആയിഷ കുട്ടീനെ പൊതുവെ കാണുമ്പോഴത്തേക്ക് ആയിഷ ഭയങ്കര ബോൾഡ് ആണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ടും ഉണ്ട് തെമ്മാടിക്കൂട്ടങ്ങളെയൊക്കെ ആണെങ്കിൽ നിങ്ങളെ വെച്ച് വരിയിൽ നിർത്തി നിങ്ങളെ അന്നാ തോന്നുന്നു എന്നില്ല. അങ്ങനെയല്ല പൊതുവെ ഇപ്പൊ നമ്മുടെ നേരത്തെ മൂവീസ് നമ്മുടെ ഷൈന്റെ കൂട്ടുള്ള ഒരു മൂവിയുടെ സമയത്താണെങ്കിലും പ്രസ് മീറ്റിൽ ഷൈന്റെ സ്വഭാവം അറിയാലോ ഷൈൻ ഭയങ്കര ഇങ്ങനെ നോട്ടിക്കുട്ടിയായിട്ട് ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കും അപ്പോഴും അതെ ഷൈനെ വിളിച്ചിരുത്തി ഷൈൻ അങ്ങനെയൊക്കെ പറയും ഇപ്പൊ നിങ്ങളുടെ കൂടെ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് ഒബ്വിയസ്ലി അല്ല ഐ എം നോട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ. ആ ഒരു എനിക്ക് അവര് തന്നേക്കുന്ന ഫ്രീഡത്തിന്റെ ഇടയ്ക്ക് വാ പോലെ നമുക്ക് പെട്ടെന്ന് തീർക്കാം എന്നുള്ള സാധനം അങ്ങനെ അതെപ്പോഴും അതൊരു നല്ലൊരു അത് ഈ തന്തവൈബ് എന്ന് പറയുന്ന പോലെ എന്റെ അടുത്ത് ദുൽഖർക്ക് പറയും ടീച്ചറിന്റെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഒരു ടീച്ചറിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. കറക്റ്റ് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞ് എന്റെ ജോലി കഴിഞ്ഞു. ഇവിടെ 20 മിനിറ്റിൽ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞു. ആ സാധനം അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ പൊതുവെ ശരിക്കും ഐശ്വര്യ റിയൽ ലൈഫിലും ഇത്രയും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ?
ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബോൾഡ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അതല്ല. പക്ഷെ ഐശ്വര്യ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. എന്റെ മാതിരി പോലെ നടക്കണം, ഞാൻ തള്ളാൻ ഞാൻ ആക്ച്വലി അതാണ്. പിന്നെ എന്റെ ഇടയിൽ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞത് കുറച്ച് എന്താ പറയാ, കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഓൺ ട്രാക്കിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനു വേണ്ടി എഫേർട്ടും എടുക്കുന്നത്. ഇനി കണ്ടിന്യൂ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സെറ്റില് ഇവര് അഗ്രി ആയിക്കോട്ടെ, സണ്ണി ആയിക്കോട്ടെ, ഷറഫ് ആയിക്കോട്ടെ, കറക്റ്റ് ടൈമിൽ ഡിസിപ്ലിൻ വന്നില്ല, അതെന്റെ വിഷയമല്ലല്ലോ. തോന്നിയോ? ഇല്ല, അതെന്റെ വിഷയമല്ല. ഞാൻ ആക്ടർ അല്ലേ അവിടെ, ഞാൻ ഡയറക്ടർ ആണെങ്കിൽ ഇവരൊക്കെ പെട്ടെന്ന്. അല്ല, അപ്പൊ ഞങ്ങളൊന്നും വിഷയമല്ല. അങ്ങനെയല്ല, നിങ്ങൾ സമയത്തിന് വരുന്ന സ്നേഹത്തോടെ നമ്മൾ എന്തൊക്കെ താനൊക്കെ എന്തെങ്കിലും കാണിക്കാം. എനിട്ടല്ല വെച്ചാണ് ഈ മൈക്കൊക്കെ കൊടുത്തിട്ട് 2 മൈക്ക് വെച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ വാങ്ങി കഴിഞ്ഞോ? അശ്മി മാറിയോ? ഒന്ന് കരയണം. വേണ്ട, ഒന്ന് കരയൊന്നുമില്ലേ അറ്റ്ലീസ്റ്റ്? ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഇവരെല്ലാവരും സെറ്റിൽ ഫണ്ണാണ്, ഭയങ്കര ഫണ്ണായിരുന്നു. അതായത് ഈ ഭയങ്കര ഇന്റൻസ് പടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് പോലും ആ ഇമോഷനിൽ നിന്ന് വിടാതെ. ഇത് തമാശ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഇവര് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഒബ്സർവ് ചെയ്ത് സന്തോഷിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇവർ ഭയങ്കര രസമാണ്, സെറ്റിൽ ഭയങ്കര രസം, ഇവരുടെ കെമിസ്ട്രി ഭയങ്കര രസമാണ്. ഐശ്വര്യ നേരത്തെ ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, പാരന്റ്സിന് ഐശ്വര്യ ഒരു മാറ്റവും ഇല്ല, എപ്പോഴും ആ ചോദ്യമേ ചോദിക്കണ്ട. ആണോ? ഇപ്പോഴും അവർക്ക് വലിയ താല്പര്യമേ ഇല്ല ആണോ? സെയിം ഇപ്പോഴും അമ്മ പറയുന്നുണ്ടാവും, എടീ നിനക്ക് 70 വയസ്സാകുമ്പോഴത്തേക്കും നിനക്ക് നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ ഒറ്റയ്ക്കായി പോവും. ഇപ്പൊ എനിക്ക് 34 വയസ്സായി. അപ്പൊ 34 വയസ്സായപ്പോ തന്നെ അമ്മയ്ക്ക് മറ്റേ ഇനി ആരും കിട്ടൂല കേട്ടോ, നോക്കിയിരുന്നു. നേരത്തെ 70 വയസ്സിൽ നിനക്ക് ആരെയും കല്യാണം ഒറ്റയ്ക്കായി പോകില്ല. എന്താ പറഞ്ഞ 25 എന്താണ് പ്രായം? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ അല്ലേ? നമ്മളതൊന്നും ബോധമല്ല. ഇല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ഏജ് എന്ന് പറയുന്നത്. ഞാൻ ഹീറോയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 26 വയസ്സുണ്ടായിരുന്നു. ഫോർ എ ഹീറോയിൻ ദാറ്റ് ഇസ് എ വെരി ബിഗ് ഏജ്. 26. നൗ ഐ എം 34. ആൻഡ് എനിക്ക് ഭയങ്കര അയ്യോ ദൈവമേ 30, അയ്യോ ദൈവമേ 31, അയ്യോ ദൈവമേ 32, 33 ആയപ്പോ ആ പ്രശ്നമൊക്കെ മാറി കിട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അപ്പൊ ഈ 30 മുതൽ 33 വരെ ഒരു ഭയങ്കര ടെൻഷനുള്ള ടൈമായിരുന്നു. പിന്നെ റിയലൈസ് ചെയ്തു, as long as you look good, as long as your work is good, you will have work. Exactly. 26 already. ഞാൻ ഒരു വയസ്സ് കുറച്ചാട്ടോ പറഞ്ഞേ, വില്ലനേക്കാലോ. അല്ലല്ല, ശരിക്കും അങ്ങനെയാണ് ഷറഫ്. നമ്മുടെ ഏജിൽ ശരിക്കും ഇതാകാൻ വേണ്ട. നമ്മളെ ആക്റ്റീവായിട്ട് നിൽക്കുക, നമ്മുടെ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഇതൊക്കെ എത്രത്തോളം ഇതുണ്ടാവും, അതിലേ ഉള്ളൂ. ഇത് വയസ്സായില്ലെങ്കിലും ചിലവരുടെ ഇത് നല്ല രീതിയിൽ ഔട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഹീറോയിൻസ് എല്ലാവരും ഇപ്പൊ തൃഷ ആണെങ്കിലും നയൻതാര ആണെങ്കിലും they are 40 ക്രോസ് ചെയ്ത ഹീറോയിൻസ് വരെ. ആക്ച്വലി അതെ, അങ്ങനെ ആദ്യമായിട്ടല്ലേ സംഭവിച്ചത്. ഇപ്പോഴാണ് അങ്ങനത്തെ അത് ഭയങ്കര ഇത് മഞ്ജു ചേച്ചി കളിച്ച ഡാൻസും ഇപ്പൊ നയൻതാര മാഡത്തിന്റെ ആണെങ്കിലും വർക്കും. അപ്പൊ ഇവരെല്ലാം അതിലായിരിക്കും അല്ലെ? അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ മാരേജ് കഴിഞ്ഞ അഭിനയിക്കില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് മാറി സോ വാട്ട് എന്നുള്ള സാധനത്തിലാണ് ഐ വിൽ ആക്ട്. ഇപ്പൊ സമാന്ത ആണെങ്കിൽ സമാന്തയുടെ ഫിറ്റ്നസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൗ ഡെഡിക്കേറ്റഡ് ഷീ ഈസ്. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ട്രെയിനർ ഉണ്ട് അവരുടെ ഗ്രൂപ്പിലുള്ള. ഇവര് ലിഫ്റ്റ് ചെയ്യുന്നത് ഹെവി വെയ്റ്റ്സ് ആണ്. ഇറ്റ്സ് നോട്ട് പെണ്ണുങ്ങൾ കുറച്ച് വെയിറ്റ് എടുക്കാവുള്ളൂ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ഇൻസ്പയറിംഗ് ആണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സോ അത് കാരണം ഇപ്പൊ ഒരു ഏജ് ഫാക്ടർ പറയുമ്പോൾ ആ ഒരു പേടി തോന്നില്ല. ഇനി സിനിമ കിട്ടില്ല, ഏജ് ഒരു 30 കഴിഞ്ഞാൽ ഹീറോയിൻ ആയിട്ട് വിളിക്കില്ല എന്നുള്ള ആ പേടി മാറി. സോ റൈറ്റ് നൗ എനിക്ക് 34 എന്ന് പറയുന്നതിന് എനിക്ക് പേടിയില്ല. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് റിയലൈസ് ചെയ്ത കല്യാണം പേടിക്കുന്നില്ല, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ബാക്ക് ഇൻ മൂവീസ്, അതെല്ലാം എല്ലാവരും ചോദിക്കാൻ വരെയായിരുന്നു. അയ്യോ കുട്ടിയോടും ചോദിക്കാം കേട്ടോ. ഓ ഞാൻ അത് ഷറഫിന്റെ അടുത്ത് ചോദിച്ചിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു. ഓക്കെ സണ്ണി, യു ജസ്റ്റ് ടെൽ മീ, നമ്മുടെ ഐഷക്കുട്ടി വാട്ട് ഓൾ തിങ്സ് ഷീ ലേൺ പറയട്ടെ? വികൃതി. പരമവികൃതിയാണ് ആയിഷക്കുട്ടി. ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ടാണ് വികൃതി തരം. All bad words what she taught me na, she will only tell.
ആണോ? അത് That I will not tell. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈസൻസ് Sing the song I taught you. നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ഓക്കെ ഞാൻ ഒരു പാട്ട് ആ പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കുക അതിന് മുമ്പേ ബാഡ് വേർഡ്സ് ഏതൊക്കെയായിരുന്നു? You have to say that. Bad words I forgot. No, you just say. ലജ്ജാവതിയെ പാട്ടാണോ? അതാ പഠിപ്പിച്ചു കൊടുത്തേ. Come on. Okay, then sing. 1 2 3 4 5 6 ലജ്ജാവതിയെ കലകളകന കുന്നിൽ നിന്റെ നിന്റെ കലകണ കുന്നിൽ wrong. നിന്റെ കലകണ കണ്ണിൽ eyes no കണ്ണിൽ. yes bro Correct. What I said something wrong. You edit that, okay? Okay, that's okay. It's fine. It's funny. No. എനിക്ക് ചെയ്യാൻ പറ്റില്ല മലയാളം. ഷാരഫ്. Okay. താഴമ്പൂവോ sing. താഴം പൂവോ No, Ra. He's pronouncing it correct. താഴമ്പൂവോ രാ അല്ല രാ താഴം പൂവോ തമിഴപ്പാലു തേനോ തേന്നിലാവോ തേനോ തെന്നിലാവോ തൊട്ടുരുമി നിന്നാട്ടെ. അല്ല അത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. Only heard See, power. See, such an innocent. The first word he learned in Malayalam was which one was it? Which was, what was that first word? പഴം പൊഴിഞ്ഞ്. See, പുഴുങ്ങിയത്. Very good. Yeah. Yeah. Maybe my past life, maybe I was a Malayali. Malayali, maybe. Yeah. You have Mallu vibes, Mallu genes. Mallu jeans. Yeah. Okay. Yeah, yeah. പഴം പുഴുങ്ങിയത്. എന്നിട്ട് ഇഷ്ടായോ? You had പഴം bananas. പുഴുങ്ങിയത്? പഴം പൊഴിഞ്ഞ് I haven't had. You didn't have. No, I want Then to you have. should have. I want He to was have. on his diet. പക്ഷേ പുള്ളിയുടെ റെയിൽവേ മാൻ കാണേണ്ട സീരീസ് ആണ്. നമ്മുടെ ഈ ഭോപ്പാൽ ട്രാജഡിയുടെ ബേസ് ചെയ്തിട്ട് വന്ന സീരീസ് ആണ് പുള്ളിയുടെ നെറ്റ്ഫ്ലിക്സിൽ. നെറ്റ്ഫ്ലിക്സില്. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓക്കെ. ഞാൻ ഈ ശരിക്കും ഈ സിനിമയിൽ സാധാരണ ഇതിൽ നമ്മൾ അറിയേണ്ട സാധ്യതയില്ല. പക്ഷെ ഞാൻ റിയലി ഈ ഭോപ്പാൽ ട്രാജഡി അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു സീരീസ് വന്നപ്പോൾ ഞാൻ ഇരുന്ന് കണ്ട് ഇദ്ദേഹത്തിൻ്റെ അറിയാം ഇദ്ദേഹത്തിൻ്റെയാണ് ഒരു ലീഡ് ക്യാരക്ടർ പോലെ അതിൽ നിൽക്കുന്നത്. അപ്പൊ ഷർഫാണോ സജസ്റ്റ് അല്ലല്ല, അവര് തന്നെ അല്ല, cast അവര് തന്നെ വൈശാഖും ടീമും പക്ഷെ തന്നെ എനിക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ തന്നെ ആൾ മനസ്സിലായി. ആളെ കിട്ടി. ഓ, സോ he watched your series. Yeah, he told me. Tell something about your character. Do you have fun playing it in Hello Mummy? Yeah. My character is little very different. It has mix of both masculine and feminine energies. Oh. And the character uses those energies as per the requirement. If he has to convince, then probably he uses his feminine side. If he has to fight, he uses his masculine power. So that way it's a very, very interesting mix of characters. It was very different for me, a character which wasn't ever seen. You haven't, just out of imagination. And only this was built through only discussions what Vaishak and the team, the writer, they had in their minds. So we built that. So I prepared for it in a way, like I did my preparation, for the feminine bits. Yeah. How they walk and how the gestures. അത് കൂടുതൽ പറഞ്ഞ് ആൾക്കാർക്ക് we are revealing something. He's just interested. Oh, you could not reveal? Yeah, that's enough. Okay, I did not know. No. Sharaf Chuma making fun of him. No. Actually, പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ട്. അത് നമ്മൾ അത് ഓൾറെഡി ഒരുപാട് പറയേണ്ടത് വിചാരിച്ചു. Okay. കലകം പരിപാടി പടം ഇറങ്ങി ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടും. You edited, no? If No, nothing. Anyway, doing that masculine and feminine at a time, that's very risky. I mean, it's challenging. very actually. risky and very scared also. I'm still scared how it will come. Okay. Yeah. I hope, I mean, I hope ഞാനത് പറയാതെ കാണുന്നതായിരുന്നു നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി എന്തായാലും ഫുൾ പറഞ്ഞില്ല. ഈ ഒരു സംഭവം മാത്രമല്ലേ റിവീൽ ചെയ്തിട്ടുള്ളൂ. നമുക്ക് അത് അവിടെ നിർത്താം. ബാക്കി നമുക്ക് സിനിമ കണ്ടിട്ട് അതെന്തായിരുന്നു എന്നുള്ള സംഭവം കറക്റ്റ്. അപ്പൊ ഇപ്പൊ മനസ്സിലായി ഷർഫ് എന്തിനാണ് അവിടെ ഇന്ററപ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം. സോറി അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തതല്ല കേട്ടോ. മനസ്സിലായി. അത് ആ സ്റ്റോറിയുടെ ആ ഒരു സാധനം. സംസാരിക്കപ്പെടും. അതെ, പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര പെർഫോമൻസ് സംസാരിക്കും. Oh, great. I didn't get They're it. saying good performance Good and will be performance. talked Yeah. about after the release. So great. നന്ദി ഷറഫ്. നന്ദി അദ്രു. നന്ദി. ഇനി ഷർഫിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഷർഫിന്റെ തന്നെ ഷർഫുദ്ദീന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ തന്നെ ചാനലില് വന്നത്. ഇത് ഓർമ്മയുണ്ടോ? അതെ ഓർമ്മയുണ്ടല്ലോ. ഇത് നിങ്ങൾ കൊണ്ടുവരുന്ന എനിക്കറിയായിരുന്നു. ഇത് ഏറിലായിരുന്നു കുറെ നാള്. അത് പക്ഷെ അതെന്താ അറിയോ, എന്തായിരുന്നു സംഭവം? ഇല്ല അത് വിട്ടത് അത് വിടൂ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഐഷു അത് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കാണാമല്ലോ ഇത്. Some other film.
What I'll understand. ഒന്നുമില്ല, എന്താന്ന് മനസ്സിലാകണം. അല്ല ഇത് ഈ കോമഡി ആയിട്ട് ആ കോമഡി കഴിഞ്ഞിട്ട് അല്ല ഐശ്വര്യ വന്നാലല്ലേ പറയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ല. അത് ആക്ച്വലി എന്താ അറിയോ, അത് ഞാൻ ആസിഫിനെ കുറിച്ച് പറഞ്ഞ ഡയലോഗ് കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഞാൻ ആസിഫിനെ കുറിച്ചാണ് അത് ആ ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ അത് ആ കുട്ടി എന്നെ കുറിച്ച് പറഞ്ഞാണ്, എന്നെ മോശമാക്കി പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് ആ കുട്ടിക്കെതിരെ ഒരു ചെറിയ ഒരു ട്രോൾ വന്നിരിക്കുന്നത്. അത് ഞാൻ കുട്ടി ചോദിച്ച തന്നെ ആസിഫിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ആ സിനിമയിൽ ആ കഥാപാത്രം ഇപ്പൊ ലെവൽ ക്രോസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അറിയാം ഇപ്പൊ എന്തായിരുന്നു ഇതിന്റെ കാരണം എന്ന് അറിയാൻ പറ്റും. അതെ അതെ. പക്ഷെ അത് ആ പോയിന്റിൽ നിന്ന് കട്ടാവുമ്പോ അത് എന്നെ കുറിച്ച് പറഞ്ഞ ഡയലോഗിന് ഞാൻ പറഞ്ഞ മറുപടി ആയിട്ട് തോന്നുള്ളൂ. അതാണ് ഈ ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് ട്രോൾ അല്ല നമ്മളിപ്പോ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നും അത് സംഭവിക്കാമല്ലോ. ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് സംസാരിച്ചോ ഇല്ല, പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയാം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ മോഡിൽ തന്നെയാണ് ആ ആൻസർ ചെയ്തത്. അപ്പൊ ഞാൻ എന്തോ കറക്റ്റ് സീരിയസ് ആയിട്ട് ഒരു കൗണ്ടർ കൊടുത്ത പോലെ അതിൽ ഫീൽ ചെയ്യും. ഇപ്പൊ എന്റെ സംസാരം കൊണ്ട് അത് തോന്നാം, പക്ഷെ ആ പോയിന്റിൽ കട്ട് ചെയ്ത. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് അങ്ങനെ എന്നോടൊരു ഇതായിട്ട് ചെയ്ത ഒരു ഫുൾ ഇന്റർവ്യൂ കണ്ടവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സിനിമയിൽ വന്നു ഒരു 1, 2, 3 ഒരു ഹാപ്പി വെഡിങ് പ്രേതമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 പടം കഴിഞ്ഞു. അപ്പം ഒരു പോസ്റ്റ് വന്നേക്കുവാണ്, ഞാനും അമ്പിളിച്ചേട്ടനും ജഗതിച്ചേട്ടൻ രണ്ടുപേരെയും ഫോട്ടോ വെച്ചിട്ട് ജഗതിച്ചേട്ടനെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്. ആ പോസ്റ്റിന്റെ താഴെ എന്നെ ആൾക്കാരെല്ലാം വഴക്ക് വിളിക്കുക, ഇഷ്ടം പോലെ കമന്റ് നിറച്ച് എനിക്കെതിരെ വഴക്കാണ്, ചീത്ത വിളിക്കാണ്. ഞാൻ കണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നല്ല ശത്രുക്കളുണ്ടല്ലോ നിനക്ക് എന്ന് ചോദിച്ചു. കാരണം ആ പോസ്റ്റ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് വായിച്ചാൽ എന്നോട് ദേഷ്യം തോന്നും. ആർക്കാ ജഗതിച്ചേട്ടന് ഇഷ്ടമല്ലാത്തത്, ആർക്കാ അമ്പിളിച്ചേട്ടന് ഇഷ്ടമല്ലാത്തത്? അപ്പൊ അമ്പിളിച്ചേട്ടൻ ഒരു പോസ്റ്റിൽ എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മോശമാക്കി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നെ അതിന്റെ താഴെയുള്ള കോമൺ മാൻ കാണുമ്പോൾ എൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും ചെയ്താന്ന് തോന്നുള്ളൂ. ഇതിവിടെ നടക്കുന്നതാണ്, ഇത് എല്ലാവർക്കും എതിരെ എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാവും. അതിപ്പോ ആ കുട്ടിക്കും ഉണ്ടായി, എന്റെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്ക് സോറി പറയാൻ നല്ലതായിട്ട് പറഞ്ഞു ചെയ്യും. അത് ഈ ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാരും ഹെൽപ്ലെസ് ആണ്. ഈ പറയുന്ന അല്ല ഇതുപോലത്തുള്ള കണ്ടന്റുകളിൽ നിന്നാണ് ആ ട്രോളുകൾ സംഭവിക്കുന്നത്. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നത്തിങ് എന്നുള്ളത്. അല്ല ഇത് എനിക്ക് ട്രോൾസിന്റെ സംഭവം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർ ഒരു മോറൽ ഹൈ ഗ്രൗണ്ടിൽ നിന്നിട്ട് വേറൊരാളെ കല്ലെറിയാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ബേസിക്കലി നടക്കുന്നത്. അത് എൻജോയ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയും അത് തന്നെയാണ്. സ്വന്തമായിട്ട് നമ്മളിത് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണ് എന്നുള്ളത് അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും അറിയാണ്ട് ചിലപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിപ്പോവാം, ഇല്ലെങ്കിൽ ചിലത് തെറ്റ് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് റിയലൈസ് ചെയ്യാം. പക്ഷെ അത് ഷെയ്മിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട്. ജഡ്ജ് ചെയ്ത് അവരെ ഷെയിം ചെയ്യാണ്. ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പറഞ്ഞു നിങ്ങൾ ഹേർട്ട്ഫുൾ ആക്കണം എന്ന് പറയാണ്. അവിടെ ഈ ട്രോൾ ചെയ്യുന്നവരാണ് താഴെ പോകുന്നത്. നിങ്ങൾ ആ പറയുന്ന വാക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമാണ് റോങ് ആയിട്ടുള്ളത്. ഇല്ല അത് എന്താ പറയാ, ഞാൻ ഒരു കാര്യം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആ പേജ് അല്ല, ആ പേജ് പ്രൊമോട്ട് ചെയ്യാൻ, ആ പേജിന്റെ റീച്ച് കൂട്ടാൻ. അപ്പൊ ഈ റീച്ച് കൂട്ടുക എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് മാറി പൊക്കോളുമായിരിക്കും. പണ്ടൊക്കെ ഈ വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി ആദ്യം ഞാൻ ഒളിച്ചിരുന്നാണ് ഈ കമന്റ് എഴുതുന്നതെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും അറിയാം ആരാ കമന്റ് എഴുതുന്നത്, ആരാണ് മോശം കമന്റ്. ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇല്ല അല്ലെ? FBയുടെ ഒക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഇപ്പൊ കാണുന്നത്. അതെ 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 അത് മാറും, പതുക്കെ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും ഒരു സൊസൈറ്റിക്ക് ഒരു നല്ല സ്വഭാവം വന്നിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ഇച്ചിരി മോശം വന്നിട്ടുണ്ട്. അത് ക്ലിയർ ആയിക്കോളും കുറച്ച് കഴിയുമ്പോൾ. എന്തായാലും അങ്ങനെയാണല്ലോ, നല്ലതും ചീത്തയും കൂടി ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് എന്തായാലും നമുക്ക് ചീത്ത മാക്സിമം പോയിട്ട് നല്ലത് മാത്രം അങ്ങനെ നമ്മളെ കുടുകുട ചിരിപ്പിക്കാനും നമ്മളെ കുറെ നല്ലൊരു ഇത് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹലോ മമ്മിയിലൂടെ നമ്മൾ ഇനിയിപ്പം 21st നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് എല്ലാ വിഷസും നൽകുകയാണ് ഹലോ മമ്മിയിലൂടെ. ഇപ്പൊ ഐശ്വര്യയുടെ ആണെങ്കിലും കുറച്ച് നാളുകളായിട്ട് മിസ് ചെയ്ത് നിൽക്കുന്നു അശുവിന്റെ മൂവിയൊക്കെ ആയിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ
അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇനി എത്രത്തോളം വർക്കായി എന്നുള്ളതൊക്കെ കണ്ടിട്ട് പറയാം. യെസ്, അപ്പോ സണ്ണി, see you soon. So wishing all the best. Thank you so much. Thank you. Okay, അപ്പൊ thank you so much. അതിൽ കാണാം കേട്ടോ. Thank you ശരത്, thank you ഐശ്വര്യ, thank you all. Thank you very much.